ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഹൊറർ ടെയിൽ ചാപ്റ്റർ 3 ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ചാപ്റ്റർ 2ഉം ചാപ്റ്റർ 1ഉം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതെന്താവുന്നു ഒരു പിടിയില്ല ഗൈസ്. ഇത് മിക്കവാറും ഫൈനൽ ചാപ്റ്റർ ആയിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഗൈസ്, ഇത് അത്യാവശ്യം നല്ല സീനാവുമെന്ന് തോന്നുന്നുണ്ട്. നോക്കി നോക്കാം. ഓക്കെ, പ്രീവിയസ്ലി ഇൻ ഹൊറർ ടെയിൽ. ഓക്കെ, ഹൊറർ ടെയിലിൻ്റെ ചാപ്റ്റർ 1ലും ചാപ്റ്റർ 2ലും നടന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്ന കേട്ടോ ഗൈസ്. ഓക്കെ, ഇത് ചാപ്റ്റർ 1ൽ നടന്ന കാര്യമാണ്. നമ്മുടെ ഹാരീനെ ഡോളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളന്നേരം കിഡ്നാപ്പർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ചാപ്റ്റർ 1ൽ ഉണ്ടായേ. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഈ സിമ്പിൾസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിമ്പിൾസ് വെച്ചിട്ട് എന്തോ ഒരു കളി ഉണ്ട് ഗൈസ്. അതാണ് സംഭവം. നമ്മൾ ഈ സിമ്പിൾസൊക്കെ എവിടേക്കോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചാപ്റ്റർ 2ൽ നമ്മുടെ സമന്തയ്ക്ക് നമ്മൾ മറ്റേ ഗ്യാസ് കട്ടർ കൊണ്ട് കൊടുത്തായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ സമന്തനെ ചാപ്റ്റർ 2ൽ എസ്കേപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അതായിരുന്നു ചാപ്റ്റർ 2ലുണ്ടായ സംഭവം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ വെച്ചാണ് നമ്മുടെ ചാപ്റ്റർ 2 എൻ്റെ ആയത് സത്യം പറഞ്ഞാൽ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇനി എന്താവുമെന്ന് യാതൊരു പിടിയിലാട്ടോ ഗൈസ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ സമന്തയുടെ കാലിന് എന്തോ പറ്റിയേക്കാണ് എനിക്ക് തോന്നുന്നു. മറ്റേ ഗ്യാസ് കട്ടർ വെച്ചിട്ട് അത് മുറിച്ചത് കൊണ്ടായിരിക്കും ഗൈസ്, എന്തോ പറ്റിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ ഗൈസ്, നമുക്ക് എങ്ങനെയും ഇവിടുന്ന് എസ്കേപ്പ് ആവണം ഗൈസ്. ഇത് മിക്കവാറും ഫൈനൽ ചാപ്റ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ. ഇതിനകത്ത് മിക്കവാറും നമ്മുടെ ബില്ലീനെയോ യമേനെയൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ വീട്ടിൽ ഒരു മെഡിക്കൽ ബുക്ക് ഉണ്ടെന്നാണ് കേട്ടോ ഗൈസ് പറയുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങാണ്ട് നമ്മൾ ബാൻഡേജ് എന്തോ സെറ്റ് ചെയ്യണം ഗൈസ്. നമ്മൾ എന്നിട്ട് നമ്മുടെ സമന്തയുടെ കാലിൽ ആ ബാൻഡേജ് ചുറ്റി കൊടുക്കണം ഗൈസ്. അതാണ് നമുക്ക് വേണ്ടത് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനുണ്ടാവും ഗൈസ്. ഇത് നല്ല സീനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കൊരു ക്യാമറ തരുന്നുണ്ട് കേട്ടോ സാം. യെസ് ഗൈസ്, നമുക്ക് സാമന്ത ഒരു ക്യാമറ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എവിഡൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. എവിഡൻസ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ യെസ് ഗൈസ്, അപ്പോൾ നമുക്കൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോവാട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ എന്ത് സാധനം കണ്ടായിരുന്നു. ഇതെന്താണ് ഗൈസ്? ഇത് വേറൊന്നുമല്ല, ഇത് മറ്റേ മ്യൂസിക്കിൻ്റെ സംഭവമാണ് ഗൈസ്. അത് നമുക്ക് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് കയറി വരാം. ഓക്കെ, ഈ വഴിയാണ് ഗൈസ് നമ്മൾ പോകേണ്ടത്. യെസ് ഓക്കെ, ഞാൻ എന്തായാലും താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതെന്താണ് ഗൈസ്? ഇവിടെ എന്തോ കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അത് പർച്ചേസ് ചെയ്യണമെന്ന് തോന്നുന്നു. പൈസ കൊടുത്തിട്ട് ഒരു പരിപാടിക്ക് നമ്മളില്ല. ഓക്കെ, ഇതാണ് ഗൈസ് മെഡിക്കൽ ബുക്ക്. ഓക്കെ, ഇതാണ് മെഡിക്കൽ ബുക്ക്. ഈ പൂവൊക്കെ കണ്ടുപിടിക്കണം നമ്മൾ. അറിയില്ല കേട്ടോ ഗൈസ്. ഓക്കെ, ഇതെന്താണ്? ബ്ലൂ പ്രിൻ്റാ ഗൈസ്. നമുക്കൊരു ബ്ലൂ പ്രിൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. യെസ് ഗൈസ്, ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ബ്ലൂ പ്രിൻ്റ് എവിടെ കൊണ്ടുവന്ന് വയ്ക്കുക അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ ഒന്നും വേറെ പ്രത്യേകിച്ച് എടുക്കാനില്ല എന്നാട്ടോ എനിക്ക് തോന്നണേ. ഇങ്ങോട്ടേക്കാവും വരുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. ഓക്കെ, ഇതെന്താണ്? 2 മെസ്സേജ്. ഓക്കെ ഓക്കെ ഗൈസ്, ഫസ്റ്റ് മെസ്സേജ് ഗൈസ്. ഇത് നമ്മുടെ അമ്മയുടെ മെസ്സേജാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. യെസ് ഗൈസ്, ഇത് നമ്മുടെ അമ്മയുടെ മെസ്സേജാണ്. യെസ് ഗൈസ്, നമ്മുടെ എന്താ പറയുക, ബില്ലിയും യമയും അവരൊക്കെ മിസ്സായപ്പോൾ നമ്മുടെ അമ്മ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ എന്ന് പറയുന്നുണ്ട് ഗൈസ്. അതെങ്ങാണ്ടാണ് സംഭവം. ഓക്കെ, സെക്കൻഡ് മെസ്സേജ്. ഹലോ ഡയാന, ഐ കാൻറ്റ് ഫൈൻഡ് റാൽഫ്. ഓക്കെ ഓക്കെ, സുവർ ഗൈസ്. അപ്പോൾ നമ്മുടെ റാൽഫ് എന്ന് പറഞ്ഞ ഒരാൾ മിസ്സിങ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ചങ്ങായി മിക്കവാറും സുവറിൻ്റെ അവിടെ പോകാനാണ് ചാൻസ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അവൻ്റെ അച്ഛൻ്റെ തൊപ്പിയുടെ കാര്യമൊക്കെ എന്തോ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്തായാലും നോക്കാം ഗൈസ്. റാൽഫിനിപ്പോൾ നമുക്ക് റാൽഫിനെ അവിടെ കണ്ടുപിടിക്കാം. എടി, ഇതെന്താടാ ഓരോന്ന് കണ്ടുപിടിച്ച് വരുമ്പോൾ അടുത്തവർ മിസ്സാവാല. ഓക്കെ, ഇവിടെ നിന്നും വേറെ പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ല കേട്ടോ ഗൈസ്. ഇവിടെ നിന്ന് വേറെ ഒന്നും പ്രത്യേകിച്ച് എടുക്കാനില്ല. അവർക്ക് അവിടെ കയറി ഒളിക്കാൻ പറ്റും.
ഗൈസ് അതിനർത്ഥം അവൻ താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ അവൻ ഇവിടെ വരുമായിരിക്കും ഗൈസ്. ഇതെന്താണ് ഇവിടെ വേറൊരു ബ്ലൂ പ്രിൻ്റ് ഇരിക്കുന്നുണ്ടല്ലോ, സ്റ്റിക്കി ട്രാപ്പ്. സ്റ്റിക്കി ട്രാപ്പിൻ്റെ എന്താ ബ്ലൂ പ്രിൻ്റ് ഇരിപ്പുണ്ട്, പിന്നെ കാർഡ്ബോർഡൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എടാ വർക്ക് ബെഞ്ച്, യെസ് ഗൈസ് ഇതിനകത്താണ് നമ്മുടെ ബ്ലൂ പ്രിൻ്റ് വെക്കേണ്ടത്. ഓക്കെ നമുക്ക് ഈ 3 സാധനം കണ്ടുപിടിക്കണം ഗൈസ്. ആൽക്കഹോൾ ബോട്ടിൽ, ബാൻഡേജ്, മോസ്. ഓക്കെ അത് വെച്ചിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ബാൻഡേജ് ഉണ്ടാക്കണ്ടേ. ഓക്കെ ഇതെന്താണ് ഗൈസ്, ഈ ബ്ലൂ പ്രിൻ്റ് നമുക്ക് കൂടെ വയ്ക്കാൻ പറ്റുമോ? നോക്കി നോക്കാട്ടോ. യെസ് ഗൈസ് ആ ബ്ലൂ പ്രിൻറ്റും ഞാൻ അതിനകത്ത് വെച്ചു. ഓക്കെ 2 വെക്കാൻ പറ്റും. നമുക്ക് സൂപ്പർ ഗ്ലൂ ഒക്കെ കണ്ടുപിടിക്കണം. കാർഡ്ബോർഡ് നമ്മളിവിടെ കണ്ടിട്ടുണ്ടായി. ഇതല്ല ഗൈസ്. ഓക്കെ ഇതാണ് റെസിൻ എന്ന് പറഞ്ഞ സാധനം. പിന്നെ സൂപ്പർ ഗ്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കാർഡ്ബോർഡും കൂടി ഉണ്ട് ഗൈസ്. യെസ് നമ്മളങ്ങനെ സ്റ്റിക്കി ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ കിഡ്നാപ്പർ നമുക്ക് സ്റ്റിക്കി ട്രാപ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. യെസ് നമ്മളങ്ങനെ സ്റ്റിക്കി ട്രാപ്പ് എടുത്തിട്ടുണ്ട്. 10 ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും യൂസ് ആക്കാം ഗൈസ്. നമുക്കിന്നെ ബാൻഡേജ് എടാ പണി പാളി ഗൈസ്. എടാ അവൻ വന്നടാ ഗൈസ്, നമ്മുടെ പേര് വിളിച്ചുകൊണ്ടാട്ടോ അവൻ വരുന്നത് ഗൈസ്. അവനറിയാം നമ്മളെ അറിയാം ഗൈസ്. അവന് നമ്മുടെ പേരൊക്കെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. എടാ പണി പാളി. അവൻ ഇങ്ങോട്ട് വരില്ല എന്നാണ് ഗൈസ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ ഇങ്ങോട്ട് വരും. അവൻ താഴത്തേക്ക് ഇറങ്ങി വരുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ ഞാൻ എന്തായാലും ഒന്നുകൂടി മേളിലേക്ക് പോട്ടെ. മേളിൽ പോയിട്ട് ഞാൻ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ ഗൈസ്. ഞാൻ ഇവിടെ ഫുള്ള് നോക്കിയിട്ടുണ്ടായില്ല. ഇതേതാ? ഓക്കെ 2 വാതിൽ, അത് അപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് കയറാൻ പറ്റുന്ന വാതിലാണ്. ഓക്കെ എടാ ഞാൻ വീണ്ടും സമ്മന്തയുടെ അടുത്ത് തന്നെ എത്തി ഗൈസ്. അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട് കേട്ടോ. അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട്. ഓക്കെ എടാ അവനിവിടെ എത്തി. നമ്മളിനി ഇവിടെ നിന്ന് എങ്ങനെയാണ് ഗൈസ് എസ്കേപ്പ് ആവുക എനിക്കറിയില്ല ഗൈസ്. നമുക്ക് കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ടെന്നാട്ടോ എനിക്ക് തോന്നണേ. ബാൻഡേജ് ഉണ്ടാക്കാൻ തന്നെ നമുക്ക് 3 സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ ഗൈസ് നമുക്ക് ഈ ബോൾ എടുത്തുകൊണ്ട് പോവാം. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ തല നോക്കി ഒരെണ്ണം കൊടുക്കാം ഗൈസ്. ഗൈസ് അവൻ ഇവിടെ അടുത്ത് ഉണ്ടെന്നാട്ടോ എനിക്ക് തോന്നണം. അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട്. എടാ പണിപാളി. ഓ ഗൈസ് പണിപാളി. കേറ്. എടാ അവൻ നമ്മൾ കണ്ടടാ ഗൈസ്. അവൻ എൻ്റെ ഉള്ളിലേക്ക് വരും. എടാ അവൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വരൂടാ. എടാ അവൻ വരുന്നുണ്ട് ഗൈസ്. പണിപാളി. എടാ നമ്മളിനി ഇങ്ങനെ ഇവിടുന്ന് എസ്കേപ്പ് ആവുക? എടാ ഇത് എന്ത് കഷ്ടമാടാ. ഇത് നമ്മുടെ സ്ഥലമല്ലേ ഗൈസ്. ഇങ്ങോട്ട് അവൻ എന്തിനാണ് വരുന്നത്? നമുക്ക് ആകെ ഉള്ളൊരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അവനുണ്ട്. ഈ സ്ഥലത്തേക്ക് അവന് വരാതിരുന്നൂടെ? ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. യാതൊരു പിടിയില്ല എനിക്ക്. ഇവിടെ നിന്ന് ഇറങ്ങിയാലോ ഗൈസ്? ഇറങ്ങാന്നാട്ടോ എനിക്ക് തോന്നണേ ഗൈസ്. അപ്പം ഞാൻ എന്തായാലും പോവാട്ടോ ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് എന്തായാലും പോട്ടെ. ഓ എടാ പണി പാളിയനെ ജസ്റ്റ് മിസ്. എടാ അവൻ കണ്ടടാ. ഇത് എന്ത് തേങ്ങയാണ് ഗൈസ്. ഞാനവിടെ സ്റ്റിക്കി ട്രാപ്പ് ഇട്ടുണ്ട് കേട്ടാ. അവൻ സ്റ്റിക്കി ട്രാപ്പിൽ വീണെന്നാണ് എനിക്ക് തോന്നണത്. ഇതെന്താണ്? ഫ്യൂസാ ഗൈസ്. എന്തൊരു ഫ്യൂസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവനെവിടെ ഗൈസ്? അവനവിടെ സ്റ്റിക്കി ട്രാപ്പിൽ വീണ്. ഓക്കെ അതെന്തായാലും കൊള്ളാം. അപ്പോൾ സ്റ്റിക്കി ട്രാപ്പ് വെച്ച് ഇങ്ങനെ ഒരു ഗുണമുണ്ട് ഗൈസ്. യെസ് നമുക്ക് എന്തായാലും ഫോറസ്റ്റിലേക്ക് പോവാട്ടോ ഗൈസ്. ഫോറസ്റ്റിലേക്ക് പോവാം. ഓക്കെ എടാ ഇവൻ ഭയങ്കര സീനാണ്. ഇവൻ നമ്മുടെ ഫാമിലിയൊക്കെ വരും. അത് ഭയങ്കര സീനാണ്. ഓക്കെ ഞാൻ എന്തായാലും ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഫ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഈ ഫ്യൂസ് എന്തിനായിരിക്കും ഗൈസ് അറിയില്ല കേട്ടോ. നോക്കി നോക്കാം എന്തായാലും. ഓക്കെ ഇവിടെ അവൻ എവിടെയാണെന്ന് നോക്കട്ടെ കേട്ടോ. ഗൈസ് അവനെവിടെ? ഇതെന്താണ്? ഓക്കെ എടാ ഈ മരം കത്തി നശിച്ചൊരു മരാന്നിട്ട് ഒരു പറയുന്നേ ഗൈസ്. ആ മരത്തിൽ എന്തോ സംഭവം നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. നോക്കി നോക്കണം എന്തായാലും ഗൈസ്. അവൻ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ ആ ടൈമിൽ ഈ ഒരു ഇഷ്ടിക എടുക്ക്. ഓക്കെ ഗൈസ് ഗൈസ് നമുക്ക് ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ കേട്ടോ. ഇതാണ് നമ്മളോട് എവിഡൻസ് കൊണ്ടുവരാൻ നമ്മുടെ സമന്ത പറഞ്ഞത്. ഓക്കെ ടോട്ടൽ നമുക്ക് 7 ഫോട്ടോ എടുക്കണം. ഞാനിപ്പോൾ 6 എടുത്തു. ഇനി നമുക്ക് 6 ഫോട്ടോയും കൂടി കണ്ടുപിടിക്കാനുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് കയറട്ടെ കേട്ടോ. അവൻ എവിടെയാണെന്ന് നോക്കട്ടെ. അവൻ എവിടെയാണെന്ന് നോക്കാണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പണി പാളും ഗൈസ്. ഓക്കെ നമുക്കിവിടെ കയറി ഒളിക്കാനുള്ളൊക്കെ സ്പേസ് ഉണ്ട്. ബട്ട് ഓടാ ഞാൻ താഴെ ചാടി. അയ്യോ ഗൈസ് അവനെവിടെയാണ് ഗൈസ്? അറിയില്ല കേട്ടോ. അവനെവിടെയാണെന്ന് പോലും ഒരു പിടിയില്ല ഗൈസ്. ഇതെന്താണ്? റീഡ് ബീഡ്സ്. ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും ഇപ്പുറത്തേക്ക് പോകാനുണ്ട് കേട്ടോ ഗൈസ്. അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും.
ഓക്കെ ഗൈസ്, ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്തോ കത്തി കത്തി നശിച്ച ഒരു മര എന്ന് പറയുന്നുണ്ട്. ഓ ഗൈസ്, അവനവിടെ നിൽക്കുക കേട്ടോ. എടാ അവൻ വരുന്നുണ്ട്. അവൻ എങ്ങോട്ട് പോണേന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ എന്തായാലും അപ്പുറത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറട്ടെ കേട്ടോ ഗൈസ്. അവിടെ നിന്ന് നമുക്ക് നോക്കാം അവൻ എങ്ങോട്ടാ പോണേന്ന്. ഗൈസ്, നമ്മൾ ചാപ്റ്റർ 2 അവസാനമായിട്ട് വന്നത് ഈ ഒരു സ്ഥലത്തായിരുന്നു. അതിന് ശേഷമാണ് എന്തുണ്ടായി നമുക്ക് അറിയാത്തത്. കണ്ടാ, ഇതാണ് നമ്മൾ അവസാനമായിട്ട് വന്ന സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താ മോസ് ഗൈസ്, മോസ് കിട്ടി. എടാ മോസ് കിട്ടി നമുക്ക്. നമ്മുടെ ബാൻഡേജ് ഉണ്ടാക്കാനുള്ള ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മോസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ആൽക്കഹോൾ ബോട്ടിലും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ബാൻഡേജും കണ്ടുപിടിക്കണം ഗൈസ്. നമുക്കിനി ഇവിടുന്ന് പോയാലോ ഗൈസ്? നമുക്കിനി ഇവിടുന്ന് നേരെ നമ്മുടെ സർക്കസിലേക്ക് ഒന്ന് പോയി നോക്കാം. സർക്കസൊക്കെ പുതിയ സ്ഥലങ്ങളാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എന്തായാലും സർക്കസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സർക്കസിൽ ഞാൻ എന്തായാലും എത്തിയിട്ടുണ്ട് ഗൈസ്. അവൻ എവിടെയാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് പോവാൻ, അല്ലെങ്കിൽ പണിയാണ്. നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഗൈസ്, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു കല്ലെടുത്ത് കൈ പിടിക്കാം കേട്ടോ. എടാ കല്ല് കയ്യിൽ നിന്ന് താഴെ പോയി. എടാ അവൻ വന്ന് കല്ലെറിയ. ഓ ഗൈസ്, പണി പാളിയാനെ ഇപ്പോൾ. എടാ ഞാൻ അവനെ കണ്ടില്ലടാ. എടാ ഇത് എനിക്ക് തോന്നണില്ല ഗൈസ്, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടാ. കാരണം അത്രയ്ക്കും സീനാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇതെന്താണ് ഗൈസ്? നമുക്ക് ഇവിടുന്ന് ഒരു സോ കിട്ടി. ഒരു അറക്കവാള് നമുക്ക് ഇവിടുന്ന് കിട്ടിയിടേ. മരം മുറിക്കുന്ന സാധനം. എടാ അത് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇതെന്തിനാണ്? ഓ ഗൈസ്, എനിക്കൊരു കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഫോറസ്റ്റിൽ പോയപ്പോൾ ഒരു കത്തി നശിച്ചൊരു മരം കണ്ടായിരുന്നു. ആ മരത്തിൽ എന്തോ കളിയുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഗൈസ്. മേ ബി ഈ ഒരു അറക്കവാൾ വെച്ച് ആ മരം മുറിക്കണോ അറിയില്ല. അതെന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലാതെ പിന്നെ ഈ അറക്കവാൾ വെച്ചിട്ട് എന്താണ് ഗൈസ് കളി? നമുക്കെന്തായാലും അത് നോക്കി നോക്കാം. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു അറക്കവാളാണ് കിട്ടിയേക്കണേ, ഒരു സോയാണ് നമുക്ക് കിട്ടിയേക്കണേ. അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് തോന്നുന്നു അവൻ മിക്കവാറും ഇതിൻ്റെ താഴെ വന്നിട്ടുണ്ടാവും. നമുക്കെന്തായാലും നോക്കട്ടെ ഞാൻ. ഗൈസ് അവനെ കാണാനില്ല. അവനെവിടെ? ഓ ഗൈസ്, അവൻ നമ്മുടെ സൈക്കിളിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. സൈക്കിളിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ അറക്കവാളെ ഞാൻ എന്തായാലും താഴത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവനിപ്പോൾ ചിലപ്പോൾ ഈ സൗണ്ട് ഇട്ട് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. യെസ് ഗൈസ്, അവൻ വന്നിട്ടുണ്ട് കേട്ടോ. എടാ അവൻ നമ്മളെ കണ്ട് ഗൈസ്. പണി വാളി. ഞാൻ എന്തായാലും ഈ വഴി ഒന്ന് പോട്ടെ. അവൻ നമ്മളെന്തായാലും കണ്ടിട്ടുണ്ട് കേട്ടോ. അവൻ ആ വഴി എന്തായാലും കയറി വരും, അതെനിക്ക് ഉറപ്പാണ്. ഓക്കെ, അവൻ എവിടെയാന്ന് നോക്കട്ടെ കേട്ടോ. യെസ് ഗൈസ്, അവൻ അതിൽ വരുന്നുണ്ട് കേട്ടോ. ഇതെന്താണ്? ഫ്യൂസ് ബോക്സാ ഗൈസ്. ഇവിടെ ഒരു ഫ്യൂസ് ബോക്സ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ഫ്യൂസ് ഉണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് തോന്നുന്നു ഇത് വർക്ക് ആവണമെങ്കിൽ ആ ഒരു ഫ്യൂസ് നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കണം എന്നാട്ട് എനിക്ക് തോന്നണേ. അപ്പോൾ ഗൈസ് അവൻ താഴത്തേക്ക് അടിപ്പണി വാളി എന്നാട്ട് എനിക്ക് തോന്നണേ. അവൻ എങ്ങോട്ടാണ് പോകുന്നത്? യെസ് ഗൈസ്, അവൻ അപ്പുറത്തേക്ക് കറങ്ങി വരാൻ പോവാണ്. ഞാൻ എന്തായാലും ഇവിടുന്ന് ഓടിയിട്ടുണ്ട് ഗൈസ്. നമുക്കപ്പോൾ നേരെ പോയിട്ട് നമ്മുടെ ഫ്യൂസ് എടുത്തുകൊണ്ട് വരാം. യെസ് ഗൈസ്, ഫ്യൂസ് എടുക്കുക. യെസ് ഗൈസ്, ഞാൻ എന്തായാലും ഫ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി നേരെ നമ്മുടെ ഫ്യൂസ് അവിടെ കൊണ്ടുവന്ന് വെക്കണം. അവനെവിടെയാണ്? ഓ ഗൈസ്, അവനതിൽ വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ട്. ഓക്കെ, എടാ നമ്മളിത് ബുദ്ധിപൂർവ്വം കളിക്കണം, അല്ലെങ്കിൽ പണിയാണ് ഗൈസ്. കാരണം ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആയിരിക്കാം ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സീനാവാൻ ചാൻസ് ഉണ്ട്. ഞാനെന്തായാലും ഫ്യൂസ് അവിടെ വെച്ചിട്ടുണ്ട്. അവനെവിടെയാണെന്ന് നോക്കട്ടെ. ഞാനെന്തായാലും ഇതൊന്ന് ഓണാക്കട്ടെ കേട്ടോ. യെസ് ഗൈസ്, സംഭവം സെറ്റായിട്ടുണ്ട്. യെസ്, നമ്മളെന്തായാലും ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. അവൻ എവിടെയാണെന്ന് നോക്കട്ടെ. ഓക്കെ, അവൻ താഴ്ചാടെ നടക്കുന്നുണ്ട് ഗൈസ്. അവൻ നമ്മൾ നടക്കണതിൻ്റെ സൗണ്ട് അവൻ കേട്ടു എന്നാട്ട് എനിക്ക് തോന്നണേ. അവൻ വരുന്നുണ്ട് ഗൈസ്. അവൻ വരുന്നുണ്ട്. അവൻ നമ്മൾ ഈ നടക്കുന്ന സൗണ്ട് അവൻ കേട്ടു എന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, ഞാൻ എന്തായാലും ആ ബോൾ അങ്ങോട്ടേക്ക് എറിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അവനപ്പുറത്തേക്ക് പോകുമെന്ന് നോക്കട്ടെ. അവനെവിടെയാണ് ഗൈസ്? അവനവിടെ നിൽക്കുക കേട്ടോ. എടാ അവൻ വരുന്നുണ്ട് ഗൈസ്, കേട്ടോ. ഞാൻ എന്തായാലും നമ്മുടെ ഈ അറക്കവാൾ എടുത്തുകൊണ്ട് നമ്മുടെ സൈക്കിളിൽ കൊണ്ടുവന്ന് ഇടാം കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും, അതുകൊണ്ടാണ്. യെസ് ഗൈസ്, ഞാൻ എന്തായാലും അതിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അവൻ താഴത്തേക്ക് ചാടിയാ.
ഗൈസ് അവനെവിടെയാണ് ഗൈസ്? അവനെ കാണാനില്ല കേട്ടോ. നമുക്കെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും എടുക്കാൻ നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഇതെന്താണ് ഗൈസ്? ഇതെന്താ അരിവാളാ ഗൈസ്? നമുക്ക് അരിവാൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അരിവാൾ എന്തിനാന്ന് ചെറിയൊരു പിടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും തൽക്കാലം ഒളിച്ച് നിൽക്കാം ഗൈസ്. ഈ അരിവാൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഫോറസ്റ്റിൽ പോയപ്പോൾ ഒരു സംഭവം കണ്ടില്ലായിരുന്നു ഗൈസ്. ഒരു എന്താ പറയുക, ഒരു പാടം പോലത്തെ ഒരു സംഭവം. അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ അവിടെ പോകണമെങ്കിൽ ആ കാട് ഫുള്ളും വെട്ടി വൃത്തിയാക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും ആ കാട് വെട്ടാനായിരിക്കും ഗൈസ് ഈ ഒരു അരിവാൾ. ഗൈസ് അവനതിൻ്റെ ഉള്ളിൽ എന്തായാലും കയറിയിട്ടുണ്ട്. എടാ അവൻ വന്ന് ഗൈസ് അവൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഇവന് ഇനി ഇവിടുന്ന് പോയാലാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇവൻ പോയിന്ന് ഉറപ്പ് വരുത്തണം, എന്നാലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ യെസ് ഗൈസ്, അവൻ എന്തായാലും പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. കുറേ നേരത്തിന് ശേഷം അവൻ എന്തായാലും പുറത്തേക്ക് പോകുന്നുണ്ട്. യെസ്, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. അവൻ പുറത്തേക്ക് എന്തായാലും പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ വേറെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ. മേളിലേക്ക് നമുക്ക് കയറി നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഫോട്ടോ എടുക്കാനുണ്ട് കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഫോട്ടോയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. യെസ് ഗൈസ്, നമ്മൾ 2 ഫോട്ടോ ഇപ്പോൾ ഓൾറെഡി എടുത്തു. നമുക്കിനി 5 ഫോട്ടോ മാത്രമാണ് ഗൈസ് ബാക്കിയുള്ളൂ. 5 ഫോട്ടോ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഫോട്ടോയെല്ലാം കളക്ട് ചെയ്ത് നമ്മുടെ സമന്തയുടെ കൈ കൊണ്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കണേ. അതായത് നമുക്ക് സെറ്റ് ചെയ്യണം. ഇതെന്താണ്? ഓക്കെ, ഇവിടെ സിപ്പ് സ്റ്റക്കായി നിൽക്കുകയെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതെന്തായാലും സെറ്റാക്കണം ഗൈസ്. ഞാൻ എന്തായാലും വീണ്ടും മേളിലേക്ക് കയറിയിട്ടുണ്ട്. അവൻ എന്തായാലും ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വരട്ടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ പണിയാണ്. നമ്മൾ ചിലപ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഗൈസ് അവൻ വരിക. അപ്പോൾ ഞാൻ സ്റ്റിക്കി ട്രാപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവൻ വരുവാണെങ്കിൽ എടാ അവൻ വന്നില്ലേ? യെസ് ഗൈസ്, അവൻ വരുന്നുണ്ട് കേട്ടോ. അവൻ വരുന്നുണ്ട്. അവൻ ഈ സ്റ്റിക്കി ട്രാപ്പിൽ വീഴുവാണെങ്കിൽ നമുക്ക് സെറ്റാർന്ന്. എടാ അവൻ ആ വഴിയാണ് പോകുന്നത് ഗൈസ്. അവൻ സ്റ്റിക്കി ട്രാപ്പിൽ വീഴുമോ അറിയില്ല കേട്ടോ, അറിയില്ല. നോക്കി നോക്കാം എന്തായാലും ഗൈസ്. അപ്പോൾ അവൻ എന്തായാലും വരുന്നുണ്ട് കേട്ടോ. എടാ അവൻ നമ്മളെ കണ്ട്. അതെങ്ങനെയാണ് നമ്മളെ കണ്ടേ ഗൈസ്? ഞാൻ എന്തായാലും താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവാട്ടോ ഗൈസ്, അല്ലെങ്കിൽ പണിയാവും. ഞാൻ എന്തായാലും ഈ ഒരു അരിവാളും കൂടി നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് എന്തായാലും ഞാൻ ഇടട്ടെ കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ വേറെ ഒന്നും കണ്ടുപിടിക്കാനില്ല എന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ അപ്പുറത്തേക്കൊരു വഴി ഉണ്ട് കേട്ടോ. നമ്മുടെ സർക്കസിൻ്റെ ഉള്ളിലായിട്ടൊരു വഴി നമ്മൾ കണ്ടില്ലേ? അവിടെ സിബ് സ്റ്റക്കായിട്ട് നിൽക്കുവാണ് ഗൈസ്. അപ്പോൾ അതിനെന്തോ ഗ്രീസ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗ്രീസ് നമുക്ക് കണ്ടുപിടിച്ചാലേ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതെന്തായാലും നമുക്ക് നോക്കണം. ഗ്രീസ് ഇനിയിപ്പോൾ എവിടെ നിന്ന് കിട്ടാമെന്ന് അറിയില്ല. എന്തായാലും നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ തിരിച്ചെന്തായാലും ഫോറസ്റ്റിലേക്ക് തന്നെയാണ് കേട്ടോ വന്നേക്കണേ. നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു അറക്കവാൾ വെച്ചിട്ട് ആ മരം മുറിക്കാൻ പറ്റുമെന്ന് ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഉറപ്പില്ല, നോക്കി നോക്കാം എന്തായാലും. അല്ലാതെ പിന്നെ ഈ മരത്തിൽ എന്താണ് ഗൈസ് കളി എനിക്കറിയില്ല. യെസ് ഗൈസ്, അത് തന്നെയാണ് സംഭവം അത് തന്നെയാണ്. നമ്മൾ മരം മുറിച്ചിട്ടുണ്ട് കേട്ടോ. യെസ് ഗൈസ്, എന്താണ് സംഭവിച്ചേ? ഓ ഗൈസ്, അവിടുത്തെ ആ മതിൽ പൊളിഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്കിനി ഈ ഒരു സെമിത്തേരിയുടെ ഉള്ളിലേക്ക് എന്തായാലും കയറാൻ പറ്റൂ കേട്ടോ. കയറാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു അരിവാൾ എടുക്കട്ടെ കേട്ടോ ഗൈസ്. അവനിപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം സൗണ്ട് അവിടെ കേട്ടല്ല. അപ്പോൾ അതുകൊണ്ട് അവൻ വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നോക്കി നോക്കട്ടെ. ഓ ഗൈസ്, അവനതിൽ വരുന്നുണ്ട് ഗൈസ്. അവൻ എങ്ങോട്ടാ പോണേന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, അവൻ അങ്ങോട്ട് തന്നെയാണ് കേട്ടോ പോണേ. യെസ്, ഞാൻ പറഞ്ഞില്ല ഗൈസ്, അവൻ അതിൻ്റെ ഉള്ളിൽ കയറി. ഗൈസ്. ആ സെമിത്തേരിയുടെ ഉള്ളിൽ അവൻ എന്തായാലും കയറിയിട്ടുണ്ട്. യെസ്, ഞാൻ പറഞ്ഞില്ലേ, അതാണ് സംഭവം. അവൻ ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ വരും ഗൈസ്, അതാണ് വിഷയം. ഇതൊന്ന് ഓക്കെ ഗൈസ്, സംഭവം അതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ അരിവാൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വഴി വെട്ടി തെളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതിലും കണ്ടുപിടിക്കാനുണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ എന്തായാലും. ഇതെന്താണ് ഗൈസ്? നമുക്ക് ഇവിടുന്ന് മെഷർ റൂം കിട്ടി. എടാ ഈ കൂൺ എന്തിനാണ് അറിയില്ല കേട്ടോ ഗൈസ്. ഈ കൂൺ വെച്ചിട്ട് എന്താണ് കളി? എടാ ഇതൊരു പിടിയും കിട്ടുള്ള. ഈ കൂൺ വെച്ചിട്ട് എന്താ പരിപാടി എന്ന് പോലും മനസ്സിലാവണില്ല ഗൈസ്. ഓക്കെ, ഇതെന്താണ്? ഗ്യാസ് ഓയിലും ടാങ്ക്. ഓക്കെ, ഇവിടെ എന്തൊരു ഗ്യാസ് ഓയിലും ടാങ്ക് ഉണ്ട് കേട്ടോ. ഗ്യാസ് ഓയിൽ വെച്ചിട്ട് ഇനി എന്തായിരിക്കും പരിപാടി? എന്തായാലും നമുക്കൊന്ന് നോക്കണം. യെസ് ഗൈസ്, അപ്പോൾ നമുക്കൊരു മെഷർ റൂമും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സൈക്കിളിൽ എന്തായാലും കൊണ്ടുവന്ന് നമുക്ക് ഇടാം. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ വേറെ ഒന്നും എടുക്കാനില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ ഒരു ഗ്യാസ് ഓയിലിൻ്റെ ടാങ്ക് ഇരിപ്പുണ്ട്. അതല്ലാതെ വേറെ ഒന്നും ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് എടുക്കാനില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, ഇതെന്താണ്?
ഇത് മറ്റേ ഇതാണ് ഗൈസ്, മ്യൂസിക്കിൻ്റെയാണ്. ഓക്കെ. ഓ ഗൈസ്, അവൻ ദേ അതിൽ നടക്കുന്നുണ്ട് കേട്ടാ. അവൻ അതിൽ നടക്കുന്നുണ്ട്. നമുക്കെന്തായാലും ഈ ഒരു വഴി പോവാട്ടാ. യെസ് ഗൈസ്, ഈ വഴി എന്തായാലും നമുക്ക് അപ്പുറത്തേക്ക് പോവാം. നമുക്കിനി ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ എന്നാണ് ഞാൻ ചിന്തിക്കണേ. അല്ലാതെ ഇനിയിപ്പോൾ വേറെ മാർഗ്ഗമില്ല. നമുക്കെന്തായാലും കൂണാണ് കിട്ടിയേക്കണം അവിടെ നിന്ന്. കൂൺ വെച്ചിട്ട് എന്താ കളിയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കണം. യെസ്, അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ വേറെ ഒന്നും എടുക്കാനില്ല. നമ്മളെന്തായാലും ഈ സെമിത്തേരിയുടെ ഉള്ളിൽ എന്തായാലും കയറിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും എടുക്കാനുണ്ടാവും കേട്ടോ. നോക്കി നോക്കാം എന്തായാലും. ഇവിടെ എന്തെങ്കിലും ഉണ്ട്? ഇല്ല ഗൈസ്, ഇവിടെ ഒന്നും പ്രത്യേകിച്ച് സാധനം ഇല്ല. ഓക്കെ, ഇതെന്താണ്? സ്റ്റാച്ചു വിത്ത് ബോള്. എടാ, ഈ ബോൾ എന്തിനാണ് ഗൈസ്? ഇതൊരു കല്ലും കൊണ്ട് ഉണ്ടാക്കിയാണ് ഒരു ബോളാണ് ഗൈസ്. നല്ല ഭാരമുള്ളൊരു ബോളാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഫോട്ടോ എടുക്കാനുണ്ട് കേട്ടോ. യെസ് ഗൈസ്, അങ്ങനെ മൂന്നാമത്തെ ഫോട്ടോയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ ബോൾ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും കിട്ടിയതല്ല ഗൈസ്. കിട്ടുന്ന സാധനങ്ങളൊന്നും നമുക്ക് കളയണ്ട. നമ്മുടെ സൈക്കിളിൽ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് എന്തായാലും ഇടാം. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, ബ്ലോക്ക് ഇടുന്നതെന്ന് കാണിക്കണേ. ഓക്കെ, ഈ കുറ്റി മാറ്റിയാലേ അത് തുറക്കാൻ പറ്റുള്ളൂ. യെസ് ഗൈസ്, നമ്മളെന്തായാലും ഈ ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്നൊരു സ്റ്റാച്ചു വിത്ത് ബോൾ എന്ന് പറഞ്ഞ സാധനമാണ് കിട്ടിയേക്കണേ. ഇതെന്തിനാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് കത്തിയിട്ടില്ല. എന്തായാലും നോക്കണം ഗൈസ്. ഓക്കെ, അവനവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അവൻ അപ്പുറത്തേക്ക് പോവാണ്. യെസ് ഗൈസ്, അവൻ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് ഇടട്ടെ. നമുക്കിനിപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് ഗൈസ് നമ്മുടെ ഫാമിലിയിലേക്ക് പോവാം. ഇപ്പോൾ ഫാമിലിയിലേക്കാണ് ഞാനിപ്പോൾ വന്നേക്കണം സത്യം പറഞ്ഞാൽ ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. യെസ്, അപ്പോൾ നമ്മളെന്തായാലും ഫാമിലി എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കെന്തായാലും ഈ മോസ് നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. കാരണം നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ സ്പേസ് ഇല്ല ഗൈസ്. നമുക്ക് ഒരു സമയം 3 സാധനങ്ങളാണ് നമ്മുടെ ബാസ്ക്കറ്റിൽ വയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മോസ് എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. യെസ്, നമുക്കിനി ബാൻഡേജും അതുപോലെ തന്നെ ആൽക്കഹോളാണ് കണ്ടുപിടിക്കാനുള്ളത്. എടാ, അവനിവിടെ എവിടെയോ ഉണ്ടടാ. അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട് ഗൈസ്. അവനിവിടെ എവിടെയോ ഉണ്ട് ഗൈസ്. ഞാൻ ഇനി എന്തായാലും ഇവിടെ ഇരിക്കണില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇവിടുന്ന് പുറത്തിറങ്ങുവാണ്. ഞാൻ കുറേ നേരമായി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്. ഞാൻ എന്തായാലും ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടാവും. പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ ഗൈസ്. നമുക്കെന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും പോയിട്ടുണ്ട് ഗൈസ്. അവൻ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അവൻ എവിടെയാണ്? ബാക്കിലായിരിക്കും മിക്കവാറും. യെസ്, ഞാൻ എന്തായാലും ഇവിടുന്ന് നേരെ നമ്മുടെ സ്യൂവറിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ സ്യൂവറിലേക്ക് നമുക്ക് പോവാം. നമ്മളിനി പോവാത്ത സ്ഥലം സ്യൂവറാണ്. പിന്നെ ലെയറിലും പോയിട്ടില്ല. ഓക്കെ, സ്യൂവറിൽ നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. യെസ്, കിഡ്നാപ്പർ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഇതെന്താണ്? ഷെരീഫ്. എടാ, ഇതാണ് നമ്മുടെ റാൽഫിൻ്റെ ഫാദറിൻ്റെ തൊപ്പി. അപ്പോൾ റാൽഫ് ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ ഗൈസ്. ഇതല്ലേ റാൽഫ്? ഇതാണോ റാൽഫ്? യെസ് ഗൈസ്, ഇതാണ് റാൽഫ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ജാമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ റാൽഫ് ഇവിടെ കുടുങ്ങി കിടക്കുക കേട്ടോ ഗൈസ്. ഈ ഒരു അഴുക്ക് വെള്ളത്തിൽ കുടുങ്ങി കിടക്കുകയാണ് നമ്മുടെ റാൽഫ്. ഓക്കെ ഗൈസ്, അതായത് നമ്മുടെ കിഡ്നാപ്പർ നമ്മുടെ റാൽഫിനെ ചേസ് ചെയ്ത് വന്നപ്പോൾ റാൽഫ് എടുത്ത് ഇങ്ങോട്ടേക്ക് ചാടിയതാട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പെട്ടുപോയത് ചങ്ങായി. അപ്പോൾ ഇവനെ നമുക്ക് ഇവിടുന്ന് രക്ഷിക്കണം എന്നാട്ടോ എനിക്ക് തോന്നണേ. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യണം. പക്ഷേ ഇവിടെ ഈ വെള്ളം ഇത്രയും പൊങ്ങിക്കിടക്കണത് കൊണ്ട് ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മുടെ റാൽഫ് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഗൈസ്. ഇവിടെ ഈ വെള്ളം കെട്ടിക്കിടക്കണോണ്ട് ആ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും പരമാവധി ശ്രമിക്കാം ഗൈസ് നമ്മുടെ റാൽഫിനെ രക്ഷിക്കാൻ. റാൽഫിനെ എന്തായാലും നമുക്ക് രക്ഷിക്കണം, അത് വേറെ കാര്യമാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ഫോട്ടോ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ആ വെള്ളം പറ്റിച്ചേ മതിയാവൂ. ഓക്കെ, ഇതെന്താണ്? പമ്പ്. യെസ് ഗൈസ്, ഈ പമ്പ് വർക്കായാലാണ് ഗൈസ് ഈ വെള്ളം മൊത്തം നമുക്ക് അടിച്ച് കളയാൻ പറ്റുള്ളൂ. പക്ഷേ ആ പമ്പിനകത്ത് ഗ്യാസ് ഓയിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഓ ഗൈസ്, നമ്മുടെ കിഡ്നാപ്പർ വന്നടേ. കിഡ്നാപ്പർ വന്ന് പണി വാളിയിട്ടുണ്ട് കേട്ടോ. എടാ, ഗ്യാസ് ഓയിൽ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടായി. നമ്മുടെ എവിടെയാണ് ഗൈസ്? നമ്മുടെ ഫോറസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായി നമ്മുടെ ഗ്യാസ് ഓയിൽ. അപ്പോൾ ഗ്യാസ് ഓയിൽ എടുക്കാൻ എന്തെങ്കിലും ക്യാൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ക്യാൻ അവിടെ ഞാനൊന്നും കണ്ടിട്ടില്ല.
നമുക്ക് എവിടെയെങ്കിലും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതെന്താണ് ഫാൻ? എടാ ഈ ഫാനിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റൂടാ. ഫോട്ടോ എടുക്കട്ടെ ഏട്ടാ. ഗൈസ്, ആ ഫാനിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ അതിനകത്തേക്ക് നമ്മൾ എന്തോ ഹെവി ആയിട്ടുള്ള എന്തോ സാധനം ഇടണം എന്നാട്ടോ ഗൈസ് പറഞ്ഞേക്കണേ. അപ്പോൾ ആ ഹെവി ആയിട്ടുള്ള സാധനം നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും ഗൈസ്. അപ്പോൾ ആ സാധനം നമുക്ക് ഇവിടെ ഇടണം, അതാണ് പറയുന്നത്. ആ ഒരു ഹെവി ആയിട്ടുള്ള സാധനം ഇട്ടാലാണ് ഈ ഫാൻ ബ്ലോക്ക് ആവുള്ളൂ എന്നാണ് പറയുന്നത്. എടാ കിഡ്നാപ്പർ വരുന്നുണ്ട് കേട്ടോ. എടാ അവൻ വരുവാണെങ്കിൽ നമുക്ക് അപ്പുറം വഴി കറങ്ങി പോവാം. ഓ ഗൈസ്, കിഡ്നാപ്പർ നമ്മൾ കണ്ട്. ഞാൻ എന്തായാലും ഈ വഴി പോട്ടെ കേട്ടോ. എടാ പണി പാളി ഗൈസ്, അവൻ ഈ വഴി വന്നടാ. ഓടിക്കോ ഓടിക്കോ ഗൈസ്, അവൻ പുറകെയുണ്ട് ഗൈസ്, പുറകെയുണ്ട്. പണി പാളിയനെ ഗൈസ്. ഇപ്പോൾ ജസ്റ്റ് മിസ്സിനാണ് അവിടെ നിന്ന് എസ്കേപ്പ് ആയേ. യെസ് ഗൈസ്, ഇതടത് എങ്ങോട്ടാ പോകണ്ടേ ഗൈസ്? ഇവിടെയൊക്കെ വഴിയൊക്കെ ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഇതെന്താണ്? എടാ ആൽക്കഹോൾ ബോട്ടിൽ കിട്ടി. നമ്മൾ ആദ്യം അങ്ങോട്ട് പോയി ഇത് കണ്ടിട്ടുണ്ടായില്ല കേട്ടോ. ആൽക്കഹോൾ ബോട്ടിൽ എന്തായാലും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ 2 സാധനം നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മോസ് ഓൾറെഡി അവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ആൽക്കഹോൾ ബോട്ടിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ബാൻഡേജാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഗൈസ്. ഇപ്പോൾ എന്തായാലും നമുക്ക് ബാൻഡേജിനുള്ള സാധനങ്ങളൊക്കെ ആയി വരുന്നുണ്ട് ഗൈസ്. ഞാനങ്ങനെ ഫൈനലി നമ്മുടെ സർക്കസിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊരു കല്ലെടുക്കാം. യെസ്, ഞാൻ എന്തായാലും ഈ വഴി ഒന്ന് കയറി നോക്കട്ടെ കേട്ടോ. കിഡ്നാപ്പർ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, നോക്കി നോക്കട്ടെ. അവനെന്തായാലും ഇവിടെ ഇല്ല ഗൈസ്, ഇവിടെ ഇല്ല കേട്ടോ. അവൻ എവിടെയാണെന്ന് നോക്കട്ടെ. ഓ ഗൈസ്, അവനിൻ്റെ അടിയുടെ നടക്കുന്നുണ്ട് കേട്ടോ. അവൻ അടിയുടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടാ ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. അവനെന്തായാലും അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറട്ടെ. ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ? ഓക്കെ, ഇതെന്താണ്? കാനോൺ, സർക്കസ് കാനോൺ. കാരണം നമുക്കൊരു എന്താ പറയുക, ഒരു ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്, ഒരു സ്റ്റാച്യു ബോൾ ഗൈസ്. ആ ഒരു സാധനമായിരിക്കും മിക്കവാറും ഈ കാനോണിൻ്റെ ഉള്ളിലേക്ക് ഇടണ്ടേ. എനിക്കറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കണം. കാരണം അതൊരു ബോൾ പോലെയാണ് ഗൈസ് ഇരിക്കുന്നത്, ഒരു സ്റ്റാച്യു ബോളാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ അതായിരിക്കും മേ ബി, നല്ല വെയിറ്റും കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ അതായിരിക്കും മേ ബി കാനോണിൽ ഇടേണ്ടത് ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓ ഗൈസ്, അവൻ താഴത്തേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവൻ നമ്മളെ കണ്ട്. നമുക്ക് എന്തായാലും സ്റ്റിക്കി ട്രാപ്പ് ഇടാം. എടാ അത് കൂടിപ്പോയിടാ. എടാ അവൻ സ്റ്റിക്കി ട്രാപ്പിൽ വീടില്ലടാ. എടാ സ്റ്റിക്കി ട്രാപ്പ് വേസ്റ്റ് ആവുകയും ചെയ്തു, അവൻ അതിനകത്ത് വീഴുകയും ചെയ്തില്ല. യെസ്, ഞാൻ എന്തായാലും ഇവിടെ ഒരു സ്റ്റിക്കി ട്രാപ്പ് ഇട്ടിട്ടുണ്ടാ. യെസ് ഗൈസ്, അവൻ സ്റ്റിക്കി ട്രാപ്പിൽ വീണടേ ഗൈസ്. ഇനി 5 സ്റ്റിക്കി ട്രാപ്പ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എടാ അത് അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുറേ ഇട്ട് പോയി അവിടെ. സാരമില്ല ഗൈസ്, നമുക്ക് വേറെ പിടിക്കാം. ഓക്കെ, ഇതിനകത്തല്ലേ ഗൈസ് ആ ബോൾ? ഓക്കെ, സ്റ്റാച്യു ബോൾ. യെസ് ഗൈസ്, ഈ ഒരു സാധനം ആയിരിക്കും ഗൈസ് മേ ബി അതിനകത്ത് ഇടേണ്ടത്. അവൻ പുറത്തേക്ക് ഇറങ്ങിയാ ഗൈസ്? പുറത്തേക്ക് ഇറങ്ങിയില്ല എന്നാട്ടോ എനിക്ക് തോന്നണേ. പുറത്തേക്ക് അവൻ എന്തായാലും ഇറങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ ഗൈസ്, അവൻ എന്തായാലും പുറത്തേക്ക്, എടാ അവൻ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ, പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, അവൻ ഈ ഒരു വശത്തേക്കാണ് വരുന്നത്. ഇല്ല, അപ്പുറത്തേക്ക് പോവാണ്. അവൻ നമ്മളെ കണ്ടാ? ഇല്ലല്ലോ, കണ്ടില്ല എന്ന് തോന്നുന്നു. യെസ് ഗൈസ്, അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഈ ടൈമിൽ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറട്ടെ. യെസ് ഗൈസ്, ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. യെസ് ഗൈസ്, അതിൻ്റെ ഉള്ളിലേക്ക് അത് ഇട്ട്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, അത് തന്നെയാണ് സംഭവം. ഓക്കെ, നമുക്കിനി ഗൺ പൗഡറും കൂടി കണ്ടുപിടിക്കണം ഗൈസ്, എന്നാലാണ് നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഗൺ പൗഡറും കൂടി നമുക്ക് കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ, അങ്ങനെയാണ് അപ്പോൾ കളി. ഗൺ പൗഡറും കൂടി കണ്ടുപിടിക്കണം. അവിടെ ഈ സ്റ്റിക്കി ട്രാപ്പ് വെറുതെ വേസ്റ്റായി പോയിടാ. ഓക്കെ ഗൈസ്, അവനപ്പോൾ എന്തായാലും വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവൻ ഈ പ്രാവശ്യം നമുക്ക് ഈ സ്റ്റിക്കി ട്രാപ്പിൽ വീഴിക്കണം ഗൈസ്. ഈ പ്രാവശ്യം നമുക്ക് അവനെ വീഴിക്കണം. അവൻ നമ്മളെ കണ്ടില്ല എന്നാട്ടോ എനിക്ക് തോന്നണേ. കാണട്ടെ. യെസ് ഗൈസ്, അവൻ നമ്മളെ കണ്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കി ട്രാപ്പിൽ വീഴ്. യെസ് ഗൈസ്, അവൻ വീണിട്ടുണ്ട്. എടാ അവൻ സ്റ്റിക്കി ട്രാപ്പിൽ വീണ്. യെസ്, അത് തന്നെയായിരുന്നു നമ്മുടെ ലക്ഷ്യം. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവിടെ നിന്ന് പോവാം. ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് ഈ പോവാം? നമുക്ക് എന്തായാലും ലെയറിലേക്ക് പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നണത്. ഇനിയിപ്പോൾ ലെയറിൽ മാത്രമാണ് നമ്മൾ പോവാത്തേ ഉള്ളൂ. നമുക്ക് എന്തായാലും ലെയറിലേക്ക് പോയി നോക്കിയാലോ? നോക്കട്ടെ കേട്ടോ ഗൈസ്. ഈ കൂൺ എന്തിനാണ്? ഈ കൂൺ ഇവിടെ കിടക്കട്ടെ. ആൽക്കഹോൾ ബോട്ടിൽ നമുക്ക് എന്തായാലും നമ്മുടെ ഫാമിലി കൊണ്ടുവന്ന് വെക്കണം ഗൈസ്. നമുക്ക് എന്തായാലും ഫാമിലിയിലേക്ക് തന്നെ പോയേക്കാം. ലെയറിൽ നമുക്ക് എന്തായാലും പിന്നെ പോകാം ഗൈസ്. നമുക്ക് ഫാമിലി എന്തായാലും ഞാൻ കൊണ്ടുവന്ന് ഈ ആൽക്കഹോൾ ബോട്ടിലും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടേട്ടാ.
ഓക്കെ, ആൽക്കഹോൾ ബോട്ടിൽ ഞാൻ എന്തായാലും ഇവിടെ വെക്കട്ടെ. ഇനി നമുക്ക് ബാൻഡേജ് മാത്രമാണ് ഗൈസ് കണ്ടുപിടിക്കാനുള്ളൂ. അതും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക കിഡ്നാപ്പറും പോയിട്ട് നമ്മുടെ സമന്തയുടെ കാലിൽ ആ ബാൻഡേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി എന്തായാലും ലെയറിലേക്ക് പോകാട്ടോ. ലെയറിലേക്കൊന്ന് ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. ലെയറിൽ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനുണ്ടാവും, നോക്കി നോക്കാം എന്തായാലും. യെസ് ഗൈസ്, ഞാൻ അങ്ങനെ എന്തായാലും ലെയറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതെന്താണ്? ഓ ഗൈസ്, അവിടെ ഇതാടാ വിച്ച്. ഗൈസ് ഇതാന്നാട്ടോ എനിക്ക് തോന്നണേ വിച്ച്. അതായത് നമ്മുടെ ഈ ഒരു കിഡ്നാപ്പറിനെ ഇങ്ങനെ ആക്കി മാറ്റിയത് ഈ ഒരു വിച്ചാന്നാട്ടോ എനിക്ക് തോന്നണേ. യെസ് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് സൂര്യാസ്തമയത്തിന് മുമ്പ് നമുക്കിതൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവർ. എടാ ഇത് നോക്കി, ഇതാണ് ഇവൻ്റെ ഫേസ്. ഫൈനലി ഇവൻ്റെ ഫേസ് റിവീലായി. എടാ ഇതെന്താണ് സംഭവിക്കുന്നത്? ഇവന് എന്തോ ഒരു പവർ കൊടുക്കാമെന്നാട്ടോ എനിക്ക് തോന്നണേ. യെസ്, നമ്മളെന്തായാലും അത് കണ്ടിട്ടുണ്ട്. എടാ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു കിഡ്നാപ്പർ നമ്മൾ ഫ്രണ്ടാന്നാട്ടോ എനിക്ക് തോന്നണേ. നമ്മുടെ ഫ്രണ്ട് എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു നമ്മുടെ കിഡ്നാപ്പർ. കണ്ടില്ല കേസ്, അവനൊരു കുട്ടി തന്നെയാണ്, നമ്മളെ പോലെ തന്നെ ഒരു കുട്ടിയാണ് അവൻ. എടാ അവൻ്റെ മാസ്ക് ഒക്കെ നോക്കിയേ. എടാ എന്തൊരു വലിയ പവർ തന്നെ അവന് കിട്ടിയിട്ടുണ്ടെന്നാട്ടോ എനിക്ക് തോന്നണേ. ഇത് സീനാവുന്നതാണ് എനിക്ക് തോന്നണേ. ഓക്കെ, ഓ കേസ് അവന് സ്പീഡിൽ പോകാനുള്ള പവറും കാര്യങ്ങളൊക്കെ കിട്ടിയിടേ. ഓക്കെ കേസ്, നമ്മളെന്തായാലും സമന്തോട് നമ്മൾ വിളിച്ചു പറയാം കേട്ടോ. ഓക്കെ കേസ്, നമുക്കിവിടുന്ന് ബാൻഡേജ് കിട്ടിയിട്ടാ. ബാൻഡേജ് നമുക്കിനിയിപ്പോൾ എന്തായാലും നമ്മുടെ അവിടെ കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ സമന്തയ്ക്ക് സെറ്റാക്കി കൊടുക്കണം. പിന്നെ ഇവിടെ ഒരു ഡോറുണ്ട് ഗൈസ്, അത് ലോക്ക്ഡ് ആണ്. മിക്കവാറും ആ ഉള്ളിലായിരിക്കും ഗൈസ് നമ്മുടെ യമേനെയും ബില്ലിനെയൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, നമ്മുടെ ഡോളാക്കി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതെന്തായാലും നമുക്ക് തുറക്കാനുള്ള സംഭവം നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഗൈസ്. ഞാനെന്തായാലും അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. എടാ ഇവിടെ ഫുള്ളും ഷോക്കാടാ. ഈ ഷോക്കിനകത്ത് അവിടെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. എന്തായാലും നമ്മൾ സൂക്ഷിച്ച് വേണം കളിക്കാൻ. ഇതെന്താണ്? അവിടെ ഇവിടുന്ന് ഒരു സ്റ്റീലിൻ്റെ ഒരു സാധനം കിട്ടിയിടാ. ഇത് ഭയങ്കര ഹെവിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ ഫോട്ടോ എടുക്കാം. യെസ് ഗൈസ്, ഞാൻ എന്തായാലും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എത്ര ഫോട്ടോയായി ഗൈസ്? ഓക്കെ, 5 ഫോട്ടോ ആയിട്ടുണ്ട്. നമുക്കിനി 2 ഫോട്ടോ മാത്രം മതി. അവിടെ നമുക്കൊരു സ്റ്റീലിൻ്റെ കേബിൾ കിട്ടി. പക്ഷേ ഈ കേബിൾ ഭയങ്കര ഹെവിയാന്ന് ഇവൻ പറയുന്നുണ്ട് ഗൈസ്. എനിക്കറിയാം, നമ്മുടെ സ്വിവറിലൊരു ഫാൻ നമ്മൾ കണ്ടില്ലായിരുന്നു ഗൈസ്. അവിടെ ആ ഫാൻ നിർത്തണമെങ്കിൽ ഒരു ഹെവി ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി ഈ ഒരു സ്റ്റീലിൻ്റെ കേബിൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതെന്തായാലും നമുക്ക് നോക്കണം ഗൈസ്. ഓക്കെ.